ജനിച്ച മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോൾ മുതൽ തമിഴ് സിനിമയുടെ ഭാഗമാണ് നടൻ സിലംബരസൻ എന്ന സിംബു. 41 വർഷത്തെ സിനിമാ ജീവിതം കൊണ്ട് സിനിമയിലെ മുൻനിര താരങ്ങളുടെ പട്ടികയിലാണ് നടൻ ഇടം പിടിച്ചത്. യങ് സൂപ്പർ താരങ്ങളുടെ ലിസ്റ്റിൽ ഇന്നും സിംബുവിനുള്ള അത്രത്തോളം ആരാധകർ ധനുഷിനും സൂര്യയ്ക്കും വിക്രത്തിനും പോലും ഉണ്ടോ എന്ന് സംശയമാണ്. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ലോയൽ ഫാൻസ് ഉള്ള നടൻ കൂടിയാണ് സിംബു. അഭിനേതാവെന്നതിലുപരിയായി സംവിധായകൻ, ഗായകൻ, ഡാൻസർ, ഗാനരചയിതാവ് തുടങ്ങി സിനിമയുടെ വിവിധ മേഖലകളിലും സിംബു കഴിവ് തെളിയിച്ചിട്ടുണ്ട്. 20കളുടെ തുടക്കത്തിലാണ് വല്ലവൻ പോലൊരു സിനിമ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ചത്. ഇന്നും റിപ്പീറ്റ് വാല്യൂവും ആരാധകരുമുള്ള സിനിമയാണ് വല്ലവൻ. സിനിമയിലെ ഗാനങ്ങൾ ഇന്നും സൂപ്പർ ഹിറ്റാണ്. ഒട്ടുമിക്ക ഹീറോകളെയും പോലെ സിനിമാ ജീവിതം തുടങ്ങിയ ശേഷം നിരവധി പ്രണയങ്ങൾ സിംബുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. തുടക്കം ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയിൽ നിന്നുമായിരുന്നു. ഇരുവരും ഒന്നിച്ച് വല്ലവൻ സിനിമ ചെയ്ത ശേഷമാണ് പ്രണയത്തിലായത്. അക്കാലത്ത് ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച സിനിമയായിരുന്നു വല്ലവൻ. സിംബു നയൻതാര ജോഡിയുടെ ഇന്റിമേറ്റ് പോസുകളുള്ള പോസ്റ്ററുകൾ പോലും അക്കാലത്ത് വിവാദമായിരുന്നു. ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷം ഇരുവരും വേർപിരിഞ്ഞു. എന്നാൽ പിരിയാനുള്ള കാരണം വെളിപ്പെടുത്തിയിരുന്നില്ല. മാത്രമല്ല, ഇരുവരും ഒരുമിച്ചുള്ള സ്വകാര്യ ചിത്രങ്ങളും അക്കാലത്ത് ലീക്കായിരുന്നു. തന്റെ അറിവില്ലാതെ ആരോ ക്യാമറയിൽ നിന്ന് ചോർത്തുകയാണെന്ന് സിംബു അന്ന് വിഷയത്തിൽ പ്രതികരിച്ചു. നയൻതാര പിന്നീട് പ്രഭുദേവയുമായി പ്രണയത്തിലായി. സിനിമയിൽ വന്ന കാലം മുതൽ വിവാദങ്ങളും സിംബുവിന്റെ പേരിനൊപ്പം ഉണ്ടാകാറുണ്ട്. പിന്നീട് വർഷങ്ങൾക്കിപ്പുറമാണ് നടന്റെ ജീവിതത്തിൽ ഒരു പ്രണയം സംഭവിക്കുന്നത്. അത് നടി ഹൻസിക മോട്ട്വാനിയുമായിട്ടായിരുന്നു. ഇരുവരും ഒരുമിച്ച് വാലടക്കമുള്ള സിനിമകളിൽ അഭിനയിച്ചിരുന്നു. ശേഷമാണ് പ്രണയം ആരംഭിച്ചത്. ബന്ധം ശക്തമായപ്പോൾ വിവാഹിതരാകാമെന്ന് ഇരുവരും തീരുമാനിക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ തങ്ങളുടൻ വിവാഹിതരാകുമെന്ന് ആരാധകരെ അറിയിക്കുകയും ചെയ്തു. പക്ഷെ ആ പ്രഖ്യാപനം വന്ന് വൈകാതെ ഇരുവരും വേർപിരിഞ്ഞു. പിന്നീട് കുറെ കാലം സ്വകാര്യ ജീവിതത്തിലും പ്രൊഫഷണൽ ലൈഫിലും നടന് കഷ്ടകാലമായിരുന്നു. ചെയ്യുന്ന സിനിമകളെല്ലാം വലിയ പരാജയമായി മാറി. നല്ല സിനിമകളൊന്നും നടനെ തേടി എത്താത്ത സ്ഥിതിയും ഉണ്ടായി. പ്രണയ തകർച്ചയാണോ കരിയറിനെയും ബാധിച്ചതെന്ന ചോദ്യം വന്നപ്പോഴൊന്നും നടൻ പ്രതികരിച്ചില്ല. അതുപോലെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ മകൾ ഐശ്വര്യയുമായി ഒരു കാലത്ത് സിംബു പ്രണയത്തിലായിരുന്നുവെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു. ബ്രേക്കപ്പിന് ശേഷം ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണം എന്ന പേരിൽ ഓഡിയോ ക്ലിപ്പുകളും പ്രചരിച്ചിരുന്നു. മുൻ കാമുകിമാർക്കെല്ലാം കുടുംബവും കുട്ടികളുമായെങ്കിലും സിംബു 41ലും സിംഗിളാണ്. ഇടയ്ക്കിടെ നടൻ ചെയ്യുന്ന സിനിമകളിലെ നായികമാരുമായി ബന്ധപ്പെടുത്തി ഗോസിപ്പുകൾ വരുന്ന രീതി ഇപ്പോഴുമുണ്ട്. മാനാടിനു ശേഷമാണ് സിംബു കരിയർ തിരിച്ചു പിടിച്ചത്. ഇപ്പോൾ തുടരെ തുടരെ നടന്ന സിനിമകളാണ്. കൂടാതെ വിദേശത്തടക്കം മ്യൂസിക് കോൺസേർട്ടുകളുമായും സംഘടിപ്പിക്കുന്നുണ്ട്. കരിയറിലെ മോശം സമയത്ത് നടന്റെ ശരീരഭാരം വരെ ക്രമാതീതമായി ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ താരം ആരോഗ്യത്തിനും സമാധാനം നിറഞ്ഞ സക്സസ്ഫുൾ ആയ കരിയറിനുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതേസമയം നടന്റെ വിചിത്രമായ ഭാര്യാസങ്കല്പമാണ് വിവാഹം നടക്കുന്നതിന് തടസ്സമെന്നാണ് ഒരു വിഭാഗം ആരാധകരുടെ കണ്ടെത്തൽ. വിവാഹശേഷവും ജോലിക്ക് പോകുന്ന പെൺകുട്ടി ആയിരിക്കരുത് തന്റെ ഭാര്യയായി വരുന്ന സ്ത്രീ എന്ന് മുമ്പൊരിക്കൽ അഭിമുഖത്തിൽ സിംബു പറഞ്ഞിരുന്നു. അതിനാലായിരിക്കും അഭിനേത്രികളായ മുൻകാമുകിമാരെല്ലാം വിവാഹത്തിൽ നിന്നും പിൻവലിഞ്ഞതും. സുന്ദരിയായ ഭാര്യയെ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും പക്ഷെ സൗന്ദര്യമുള്ള കുഞ്ഞുങ്ങൾ തനിക്ക് പിറക്കണമെന്നും ആഗ്രഹമുണ്ടെന്നും സിംബു മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു. ജോലിക്ക് പോകുന്നതിനടക്കം മുടക്ക് പറയുന്ന ഒരു പങ്കാളിയെ ഇന്നത്തെ കാലത്ത് സ്ത്രീകളിൽ ഭൂരിഭാഗവും ആഗ്രഹിക്കുകയില്ല. സിംബുവിന്റെ അമ്മ ഉഷയും വിവാഹത്തിന് മുമ്പ് വരെ അഭിനയിച്ചിരുന്നു. വിവാഹശേഷം അഭിനയം അവസാനിപ്പിച്ച് കുടുംബിനിയായി.